നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിമിർത്ത് പെയ്ത മഴയ്ക്ക് നേരിയ ശമനം. മഴ കുറഞ്ഞെങ്കിലും ചാവക്കാട് മുനയ്ക്കക്കടവിൽ മൂന്നാം ദിനവും കടൽക്ഷോഭം. കടൽവെള്ളം കരയിലേക്ക് അടിച്ചു കയറുന്നത് തടയാൻ താൽക്കാലികമായി സജ്ജീകരിച്ച മണൽത്തിട്ട ഒലിച്ചുപോയി. കടൽക്ഷോഭബാധിത പ്രദേശങ്ങൾ MLA NK അക്ബർ സന്ദർശിച്ചു. ശക്തമായ കടൽക്ഷോഭം മൂലം പുന്നേർകുളം പാപ്പാളിയിൽ വീടിന് മുകളിലേക്ക് കാറ്റാടിമരം കടപുഴകി വീണു. സംഭവസമയം വീട്ടുകാർ പുറത്തിറങ്ങിയതിനാൽ അപകടം ഒഴിവായി. മേഖലയിൽ കടൽക്ഷോഭം ശക്തമായി തുടരുന്നു. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ലംഘിച്ച് കടലിൽ പോയ വള്ളം എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങി. വള്ളവും മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. മുനയ്ക്കക്കടവ് നിന്നും മത്സ്യബന്ധനത്തിന് പോയ റോയൽ എന്ന വള്ളത്തിലെ തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസിൽ ഓട്ടോറിക്ഷയിടിച്ച് രോഗി മരിച്ചു. മരിച്ചത് അഗതിയൂർ സ്വദേശി 65 വയസ്സുള്ള ജോണി. ഗുരുവായൂർ റോഡിലെ താവൂസ് തിയേറ്ററിന് സമീപം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് നാളെ മുതൽ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. ജൂലൈ 6-ന് സമാപന ചടങ്ങിൽ K. രാധാകൃഷ്ണൻ MP സമ്മാനദാനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. വാർത്തകൾ വിശദമായി. തിമിർത്ത് പെയ്ത മഴയ്ക്ക് നേരിയ ശമനം. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരിതം സമ്മാനിച്ച് പെയ്ത കനത്ത മഴയ്ക്ക് വരും ദിവസങ്ങളിൽ ശമനം ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇന്ന് ഒരു ജില്ലയിലും അതിതീവ്ര മഴ മുന്നറിയിപ്പില്ല. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അടുത്ത 5 ദിവസത്തെ മഴ പ്രവചനങ്ങളിൽ നാളെ മുതൽ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. അതിനിടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഉയർന്ന തിരമാലകളും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതായാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ശക്തമായ കടൽക്ഷോഭം മൂലം പുന്നേർകുളം പാപ്പാളിയിൽ വീടിന് മുകളിലേക്ക് കാറ്റാടി മരം കടപുഴകി വീണു. സംഭവസമയം വീട്ടുകാർ പുറത്തിറങ്ങിയതിനാൽ അപകടം ഒഴിവായി. മേഖലയിൽ കടൽക്ഷോഭം ശക്തമായി തുടരുകയാണ്. മാലിക്കുളം ഹനീഫയുടെ വീടിന് മുകളിലാണ് മരം കടപുഴകി വീണത്. 4 വയസ്സുകാരനടക്കം 4 കുട്ടികളും രക്ഷിതാക്കളുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. കുറച്ചു ദിവസമായി ശക്തമായ തിരമാലകളാണ് പ്രദേശത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 70 മീറ്ററോളം തീരം കടലെടുത്തു. നിരവധി തെങ്ങുകളും കാറ്റാടിമരങ്ങളുമാണ് കടപുഴകി വീണത്. ഏകദേശം 50ഓളം കാറ്റാടിമരങ്ങളും അതിൽ കൂടുതൽ തെങ്ങുകളുമാണ് ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ വീണത്. മന്നലാംകുന്ന് പാപ്പാളി മുതൽ അണ്ടത്തോട് കുമാരൻപടി വരെ നിരവധി കാറ്റാടികൾ ഉണ്ടായിരുന്നുവെങ്കിലും 3 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. അതും ഏത് നിമിഷവും കടലെടുക്കുമെന്ന ഭീഷണിയിലാണ്. അണ്ടത്തോട് ബീച്ചിൽ AK മൊയ്തുണ്ണിയുടെ മത്സ്യബന്ധന സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡിന്റെ ഒരു ഭാഗം കടലെടുത്തിരുന്നു. പെരിയമ്പലം ബീച്ചിൽ ഇലക്ട്രിക് പോസ്റ്റുകളും കടലെടുത്തിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഇലക്ട്രിക് ലൈൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാറ്റാടിമരം കടപുഴകി വീണ് പാപ്പാളി സ്വദേശി വടക്കവായിൽ സലീമിന്റെ ഭാര്യ ഫാത്തിമയ്ക്ക് ഗുരുതര പരിക്കുപറ്റി ചികിത്സയിലാണ്. ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. പാപ്പാളിയിൽ 3 വീടുകളിലേക്കും പെരിയമ്പലത്ത് 4 വീടുകളിലേക്കും വെള്ളം കയറി. പെരിയമ്പലത്തെ 3 വീട്ടുകാർക്ക് മാറി താമസിക്കാനുള്ള ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഇല്ലാത്തതിനാൽ ഇവർ മാറി താമസിച്ചിട്ടില്ല. കടൽക്ഷോഭം രൂക്ഷമായതോടുകൂടി 4 വീട്ടുകാരും ബന്ധുവീടുകളിലേക്ക് മാറി. തീരദേശ മേഖലയിലെ ദുരിത പ്രദേശങ്ങളിൽ ജനപ്രതിനിധികൾ സന്ദർശനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ആഷിദ, ബ്ലോക്ക് മെമ്പർ മന്നലാംകുന്ന് മുഹമ്മദുണ്ണി, AK മൊയ്തുണ്ണി, ഷാഹിദ് കൊപ്പര, TK സുലൈമാൻ, CU മുസ്തഫ, അഷ്റഫ് ചോലയിൽ, ഹുസൈൻ കൊപ്പര, മുസ്തഫ പുതുപ്പറമ്പിൽ, TM ഇല്യാസ്, കബീർ ചാലിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത്. CCTV ന്യൂസ്, പുന്നേർകുളം. ചാവക്കാട് മുനയ്ക്കക്കടവിൽ മൂന്നാം ദിനവും കടൽക്ഷോഭം. കടൽവെള്ളം കരയിലേക്ക് അടിച്ചു കയറുന്നത് തടയാൻ രാവിലെ താൽക്കാലികമായി JCB ഉപയോഗിച്ച് മണൽത്തിട്ട കൂട്ടിയിട്ടിരുന്നു. എന്നാൽ കടൽക്ഷോഭം കനത്തതോടെ കൂട്ടിയിട്ട മണൽ ഒലിച്ചുപോയി. ഇതോടെ വീടുകളിലേക്ക് കടൽവെള്ളം അടിച്ചു കയറാൻ തുടങ്ങി. അഴിമുഖം വാർഡിലാണ് വീടുകളിലേക്ക് വീണ്ടും വെള്ളം കയറിയത്. കടൽക്ഷോഭത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രദേശവാസികൾ ചേർന്ന് റോഡ് ഉപരോധിക്കുകയും തഹസിൽദാർ സംഭവസ്ഥലം സന്ദർശിക്കുകയും താൽക്കാലികമായി മണൽത്തിട്ട നിർമ്മിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയും ഇന്നും പകലും ഹിറ്റാച്ച് കൊണ്ട് 2 ആൾ പൊക്കത്തിൽ മണൽത്തിട്ട നിർമ്മിച്ചു. എന്നാൽ ഇന്ന് ശക്തമായ കടൽ തിരമാലകളിൽ മണൽത്തിട്ട തകർന്നു പോവുകയായിരുന്നു.
കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ലംഘിച്ച് കടലിൽ പോയ വള്ളം എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങി. വള്ളവും മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥാ വകുപ്പുകളുടെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ലംഘിച്ച മുനിക്കക്കടവ് നിന്നും മത്സ്യബന്ധനത്തിന് പോയ റോയൽ എന്ന വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ വള്ളവും മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. കടലിൽ 10 നോട്ടിക്കൽ മൈൽ അകലെ ചേറ്റുവ വടക്ക് പടിഞ്ഞാറ് കടലിൽ കുടുങ്ങിയ ചാവക്കാട് തിരുവത്ര സ്വദേശി അലി അഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള റോയൽ എന്ന വള്ളവും 40 മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. രാവിലെ 6:45-നാണ് വള്ളം കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ VN പ്രശാന്ത് കുമാർ, ഷിനിൽ കുമാർ ER, VM ഷൈബു എന്നിവരുടെ നേതൃത്വത്തിൽ കോസ്റ്റൽ CPO ബിബിൻ, സീ റെസ്ക്യൂ ഗാർഡായ പ്രമോദ്, ബോട്ട് സ്രാങ്ക് റസാഖ്, എഞ്ചിൻ ഡ്രൈവർ റഷീദ് എന്നിവരും രക്ഷാപ്രവർത്തനം നടത്തി. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങൾ MLA NK അക്ബർ സന്ദർശിച്ചു. അഴിമുഖം, മുനയ്ക്കക്കടവ്, അഞ്ചങ്ങാടി വളവ്, തൊട്ടാപ്പ്, ആനന്ദവാടി എന്നീ പ്രദേശങ്ങളിലാണ് MLA സന്ദർശിച്ചത്. ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുമായി MLA നേരിട്ട് സംസാരിച്ചു. സംസ്ഥാന സർക്കാർ കടപ്പുറം പഞ്ചായത്തിന് 4 ലക്ഷം രൂപ അടിയന്തര ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപയുടെ കടൽഭിത്തിയുടെ ടെൻഡർ കരാറുകാരൻ എടുത്തിട്ടുണ്ടെന്നും കല്ല് എത്രയും പെട്ടെന്ന് എത്തിക്കുമെന്നും കൂടാതെ ബാക്കിയുള്ള സ്ഥലത്ത് കടൽഭിത്തി നിർമ്മിക്കാൻ 36 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതായും MLA പറഞ്ഞു. ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനീത, ഓവർസിയർ ബിൻഷ, വില്ലേജ് അസിസ്റ്റന്റ് ഓഫീസർ ജിജി, വാർഡ് മെമ്പർമാരായ സെമീറ ഷെരീഫ്, മുഹമ്മദ് മാസ്റ്റർ, റാഹില വഹാബ, പ്രസന്ന ചന്ദ്രൻ, പൊതുപ്രവർത്തകരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസിൽ ഓട്ടോറിക്ഷ ഇടിച്ച് രോഗി മരിച്ചു. അഗതിയൂർ സ്വദേശി 65 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. ഗുരുവായൂർ റോഡിലെ താവൂസ് തിയേറ്ററിന് സമീപം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അപകടമുണ്ടായത്. അഗതിയൂരിൽ നിന്ന് കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിലേക്ക് അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് സൈറൺ മുഴക്കി വരുന്നത് കണ്ടിട്ടും ഓട്ടോറിക്ഷ ഡ്രൈവർ നടുറോഡിൽ യൂട്ടേൺ തിരിച്ചതോടെ ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞു വീണു. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ആംബുലൻസ് ഡ്രൈവർക്കും നിസ്സാര പരിക്കേറ്റു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് ഗുരുവായൂർ റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം തകർന്നു. നഗരത്തിൽ ഓട്ടോറിക്ഷകൾ മുന്നറിയിപ്പില്ലാതെ യൂട്ടേൺ തിരിക്കുന്നതും പെട്ടെന്ന് വെട്ടിക്കുന്നതും നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. കൂടാതെ തിരക്കുള്ള സമയത്ത് ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാതെ ഓട്ടോറിക്ഷകൾ റൗണ്ട് അടിക്കുന്നതും പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ഓട്ടോറിക്ഷ പെട്ടെന്ന് വെട്ടിച്ചതിനെ തുടർന്ന് ബൈക്കിടിച്ച് യാത്രികന് പരിക്കേറ്റിരുന്നു. CCTV ന്യൂസ്, കുന്നംകുളം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന സ്കൂട്ടറിൽ കാറിടിച്ച അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. പോർക്കളിങ്ങാട് സ്വദേശി പുഴങ്ങര ഇല്ലത്ത് വീട്ടിൽ 42 വയസ്സുള്ള താഹിറിനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. കാണിപ്പയ്യൂരിലെ ഇടറോഡിൽ നിന്നും പ്രധാന പാതയിലേക്ക് പ്രവേശിക്കവേ കേച്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാലിന് പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കുന്നംകുളം ട്രാഫിക് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ സ്കൂട്ടറിനും കാറിനും കേടുപാടുകൾ സംഭവിച്ചു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ കുന്നംകുളം സ്വദേശിക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ചു. കുന്നംകുളം ശങ്കരപുരം സ്വദേശി കോടത്തൂർ വീട്ടിൽ 60 വയസ്സുള്ള ദിവാകരനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് S. ലിഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 3 വർഷം തടവിനും 20,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചത്. 2023-ലാണ് കേസിനാസ്പദമായ സംഭവം. രാത്രിയിൽ അമ്മയെ ജോലിസ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോകുകയായിരുന്ന 14 വയസ്സുകാരനെ സ്കൂട്ടറിൽ കൊണ്ടുപോയി കുട്ടിക്ക് നേരെ പ്രകൃതി വിരുദ്ധ ലൈംഗിക അതിക്രമം നടത്തി എന്ന പരാതിയിലാണ് കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പുനേർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച ജനറേറ്റർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജനറേറ്റർ സ്ഥാപിച്ചത്. രോഗികളുടെയും മറ്റുള്ളവരുടെയും ദീർഘനാളത്തെ ആവശ്യമായിരുന്നു ആശുപത്രിയിൽ ജനറേറ്റർ സ്ഥാപിക്കുക എന്നത്. പരിശോധനാ മുറികളിലും ലാബിലും ഫാർമസിയിലും
പ്രവർത്തന സമയത്ത് വൈദ്യുതി നിലച്ചാൽ വലിയ പ്രയാസമാണ് നേരിട്ടുകൊണ്ടിരുന്നത്. ഇതിന് ശാശ്വത പരിഹാരമായാണ് 9 ലക്ഷം രൂപ ചിലവഴിച്ച് ജനറേറ്റർ സ്ഥാപിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ജനറേറ്ററിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ കെ എ വിശ്വനാഥൻ മാസ്റ്റർ, എ കെ വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ എം കെ അറാഫത്ത്, സലീന നാസർ, എ സി ബാലകൃഷ്ണൻ, ഷൈബ ദിനേശൻ, ഡോക്ടർ ടി ആർ ശ്രുതി, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ഹരിദാസൻ, HMC മെമ്പർ പി വി ജാബിർ, കെ കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നാളെ തുടക്കമാകുമെന്ന് സംഘാടകർ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 29 ശനിയാഴ്ച മുതൽ ജൂലൈ 6 വരെയുള്ള തീയതികളിലാണ് ഫുട്ബോൾ ടൂർണമെന്റ്. 14 ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ 4 ഗ്രൂപ്പുകളിലായി മത്സരിക്കും. ജൂലൈ 4-ന് സെമി ഫൈനൽ മത്സരങ്ങളും 5-ന് ലൂസേഴ്സ് ഫൈനൽ മത്സരവും ജൂലൈ 6-ന് വൈകിട്ട് 4:30-ന് ഫൈനൽ മത്സരവും അരങ്ങേറും. ഗ്രൂപ്പ് മത്സരങ്ങൾ രാവിലെ 7 മണി, 8:30, വൈകിട്ട് 3 മണി, 4:30 എന്നീ സമയങ്ങളിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ജൂൺ 29-ന് വൈകിട്ട് 4:30-ന് ചാമ്പ്യൻഷിപ്പ് കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ, KFA സെക്രട്ടറി P അനിൽകുമാർ എന്നിവർ മുഖ്യാതിഥികളാകും. ജൂലൈ 6-ന് മത്സര വിജയികൾക്ക് ആലത്തൂർ MP K രാധാകൃഷ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. KFA പ്രസിഡന്റ് നവാസ് മീരാൻ മുഖ്യാതിഥിയാകും. സംഘാടക സമിതി ഭാരവാഹികളായ സീതാ രവീന്ദ്രൻ, C സുമേഷ്, MN സത്യൻ, PC ജോൺസൺ, ജോസ് പൂക്കോടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുഖ്യാതിഥികളായി ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചനും അതുപോലെ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് KR സാംബശിവനും കേരള ഫുട്ബോൾ അസോസിയേഷന്റെ സെക്രട്ടറി P അനിൽകുമാറും മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നുണ്ട്. മത്സരം നടക്കുന്നത് ജൂലൈ 6-നാണ്. ഇപ്പോൾ ഷെഡ്യൂൾ അനുസരിച്ച് അതിൻ്റെ മത്സര വിജയികൾക്ക് നമ്മുടെ ആലത്തൂരിലെ MP K രാധാകൃഷ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള നവാസ് മീരാൻ അതിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും. CCTV ന്യൂസ് കുന്നംകുളം. പുന്നേർകുളത്ത് അതിഥി തൊഴിലാളികൾ തമ്മിൽ സംഘർഷം. ഒരാൾക്ക് പരുക്ക്. തമിഴ്നാട് സ്വദേശി പുന്നേർകുളം ഭാഗത്ത് താമസിക്കുന്ന 35 വയസ്സുള്ള സതീശനാണ് പരിക്കേറ്റത്. പുന്നേർകുളം വിശ്വഭാരതിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ സതീശനെ വയലത്തൂർ ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയും സജീവമാണെന്ന് നാട്ടുകാർ പറയുന്നു. കുന്നംകുളം ബെദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് അസോസിയേഷന്റെ 2024-25 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റും മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സെക്രട്ടറിയും ബെദനിയിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ KP സാക്സൺ ഉദ്ഘാടനം നിർവഹിച്ചു. കൊമേഴ്സ് വിഭാഗം മേധാവി PK കിഷോർ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, അധ്യാപിക ഫിൻസി P സൈമൺ എന്നിവർ സംസാരിച്ചു. കൊമേഴ്സ് അസോസിയേഷനിൽ അംഗങ്ങളായ വിദ്യാർത്ഥികളുടെ ഓൺലൈൻ സംരംഭങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനവും വേദിയിൽ നടന്നു. അധ്യാപകരായ റൈമി PC, രശ്മി പണിക്കർ, സ്കൂൾ ലീഡർ ഫവാസ് കബീർ, വിദ്യാർത്ഥികളായ കൃഷ്ണപ്രിയ, ജിയ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നന്നമുക്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ P ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ 1ാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ സ്ഥാപക പ്രസിഡന്റും വിദ്യാഭ്യാസ വിചക്ഷണനും മൂക്കുതല ഹൈസ്കൂൾ സ്ഥാപകനും രാജ്യം മരണാനന്തര ബഹുമതിയായി പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തിയുമായിരുന്നു ചിത്രൻ നമ്പൂതിരിപ്പാട്. മൂക്കുതല മുക്തിസ്ഥലേശ്വരി ഹാളിൽ വെച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ വിജയലക്ഷ്മി ടീച്ചർ പ്രാർത്ഥനയും നന്നമുക്ക് യൂണിറ്റ് സെക്രട്ടറി PN കൃഷ്ണമൂർത്തി സ്വാഗതവും പറഞ്ഞു. പ്രസിഡന്റ് P ഭാസ്കരൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ BC കൃഷ്ണൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചിത്രൻ നമ്പൂതിരിപ്പാടിനെ അനുസ്മരിച്ചുകൊണ്ട് അഷ്ടമൂർത്തി ദേശമംഗലം സംസാരിച്ചു. KSSPU പെരുമ്പടപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് V ഇസ്മായിൽ മാസ്റ്റർ, C ശിവശങ്കരൻ മാസ്റ്റർ, ഡോക്ടർ V മോഹനകൃഷ്ണൻ, KR രാധാബായ് ടീച്ചർ, മാറഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് യൂസഫ് മാസ്റ്റർ തുടങ്ങിയവർ ചിത്രൻ നമ്പൂതിരിപ്പാടിനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചു. അനുസ്മരണ പരിപാടിക്ക് നമ്പൂതിരിപ്പാടിന്റെ കുടുംബവും ബന്ധുക്കളും യൂണിയന്റെ നന്നമുക്ക് യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളും സന്നിഹിതരായിരുന്നു. CCTV ന്യൂസ് പെരുമ്പിലാവ്. പ്രധാൻമന്ത്രി പോഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദൂർ മഹാത്മാ LP സ്കൂളിന് കിച്ചൺ കം സ്റ്റോർ അനുവദിച്ച കേന്ദ്ര സർക്കാരിന് BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി
നന്ദി പ്രകാശന സദസ്സ് സംഘടിപ്പിച്ചു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് വെള്ളറക്കാട് ഉദ്ഘാടനം ചെയ്തു. ആദൂർ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷനായി. രാജീവ് ആദൂർ, SSC മോർച്ച മണ്ഡലം പ്രസിഡന്റ് ബാബു ആദൂർ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട്, BJP കടങ്ങോട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷാജി ആദൂർ, വൈസ് പ്രസിഡന്റ് രാജേഷ് അയ്യാൽ, സെക്രട്ടറി സനൂപ് എന്നിവർ നേതൃത്വം നൽകി. PM പോഷൻ മിഡ് ഡേ മീൽ സ്കീമിൽ ഉൾപ്പെടുത്തി 7.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കിച്ചൺ കം സ്റ്റോർ നിർമ്മിച്ചത്. വിദ്യാഭ്യാസത്തിനൊപ്പം വിനോദത്തിനും അവസരമൊരുക്കിയിരിക്കുകയാണ് ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂൾ. അടച്ചിട്ട ക്ലാസ് മുറികളിൽ നിന്ന് മാത്രം ആർജിക്കേണ്ടതല്ല വിദ്യാഭ്യാസമെന്ന ബോധ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ഏറുമാടം സജ്ജമാക്കിയിരിക്കുകയാണ് അധികൃതർ. സ്കൂൾ മുറ്റത്ത് തണൽ മരങ്ങളോട് ചേർന്നാണ് ഏറുമാടം ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിക്കുന്നതിനും മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനും മഴ ആസ്വദിക്കുന്നതിനുമായാണ് ഈ വർഷം അക്ഷരമുറ്റത്ത് ഏറുമാടം സജ്ജമാക്കിയിട്ടുള്ളത്. ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ചാണ് 15 അടിയിലേറെ ഉയരമുള്ള ഏറുമാടം നിർമ്മിച്ചിട്ടുള്ളത്. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാലയത്തിൽ കുട്ടികളുടെ സർഗശേഷി വളർത്തുക എന്ന ലക്ഷ്യം കൂടി വെച്ചാണ് വ്യത്യസ്തമായ ആശയം നടപ്പിലാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കായി വേറിട്ട എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് ഏറുമാടം യാഥാർത്ഥ്യമാക്കിയതെന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് പറഞ്ഞു. ആ മരത്തിന്റെ ചോട്ടിലിരുന്ന് കാറ്റുകൊള്ളുന്നതും അതിൻ്റെ ആ പച്ചപ്പുമാണ് ഈ ഏറുമാടം ഉണ്ടാക്കാനുള്ള കാരണം. ഈ ഏറുമാടത്തിലിരുന്ന് കുഞ്ഞുങ്ങളെ വായിക്കാനും ചർച്ച ചെയ്യാനും അവരുടെ മാനസികമായ ഒരു ഉല്ലാസത്തിനുള്ള ഒരു അവസരമാണ് ആ ഏറുമാടം. മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഈ വിദ്യാലയത്തിൽ ഉണ്ടാകണം എന്നുള്ളതും എൻ്റെ ഒരു സ്വപ്നമാണ്. ആ ഒരു സ്വപ്നമാണ് ഈ ഏറുമാടത്തിൻ്റെ ഉത്ഭവം. വിദ്യാലയത്തെ സ്നേഹിക്കുന്ന സുമനസ്സുകളുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഏറുമാടം നിർമ്മാണം പൂർത്തീകരിച്ചത്. വിദ്യാലയമുറ്റത്ത് തയ്യാറാക്കിയ ഏറുമാടം വിദ്യാർത്ഥികൾ നെഞ്ചേറ്റി കഴിഞ്ഞു. ഒഴിവു സമയങ്ങളിൽ ഏറുമാടത്തിൽ ചെലവഴിക്കാൻ കുട്ടികൾ മത്സരിക്കുന്ന സ്ഥിതിയാണുള്ളത്. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കുട്ടികൾക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യമാണ് ഏറുമാടത്തിലൂടെ സ്കൂൾ അധികൃതർ സാധ്യമാക്കിയത്. വിദ്യാലയത്തിൽ മറ്റു ചില സർപ്രൈസുകൾ കൂടി ഒരുക്കാനുള്ള ആലോചനയിലാണ് സ്കൂൾ അധികൃതർ. CCTV ന്യൂസ് കേച്ചേരി. കാലിക്കറ്റ് സർവകലാശാല നടത്തിയ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പരീക്ഷയിൽ 2ഉം 4ഉം റാങ്കുകൾ കരസ്ഥമാക്കി പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികൾ. കോട്ടപ്പുറം സ്വദേശിയായ KP ശ്രീരാമൻ സുധ ദമ്പതികളുടെ മകൾ ആതിര 2ാം റാങ്കും പൊന്നാനി സ്വദേശിയായ ഉസ്മാൻ ഫാത്തിമ ദമ്പതികളുടെ മകൾ ജെറിൻ ഗന്ന 4ാം റാങ്കും നേടി. റാങ്ക് ജേതാക്കളെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആരിഫ് TA, ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി, മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി അനീഷ ഷുക്കൂർ, ട്രസ്റ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ അഭിനന്ദിച്ചു. 2023-24 വർഷത്തെ SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി ഉപഹാരം നൽകി അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി ഉപഹാരം സമർപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർ MC ഐജു സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ കൈമാറി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വിമൽ, മുൻ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് NK കബീർ, KSU മണ്ഡലം പ്രസിഡന്റ് ഷിയാസ് ചിറ്റണ്ട, ശ്യാംജി, ഫൈസൽ ചിറ്റണ്ട എന്നിവർ ഉപഹാര സമർപ്പണത്തിൽ സന്നിഹിതരായിരുന്നു. ഓണത്തെ വരവേൽക്കാൻ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷി ഒരുക്കുന്നു. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂപ്പൊലിമ എന്ന പേരിൽ ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. ഓണത്തിന് പൂക്കളമൊരുക്കാൻ മറ്റു സംസ്ഥാനങ്ങളെയോ കച്ചവടക്കാരെയോ ആശ്രയിക്കാതെ സ്വന്തമായി കൃഷി ചെയ്ത് കളമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്. 1,25,000 തൈകളാണ് പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത്. 1/2 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 45 മുതൽ 55 ദിവസത്തിനുള്ളിൽ വിളവ് തരുന്ന ഓറഞ്ച്, മഞ്ഞ നിറത്തിലുള്ള തൈകളാണ് വനിതാ കർഷകർക്ക് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി മുഖ്യാതിഥിയായിരുന്നു. കൃഷി ഓഫീസർ ബിബിൻ പൗലോസ് പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റ് PV രമേശ് തൈ പരിപാലനത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ PA മുഹമ്മദ് കുട്ടി, ടെസി ഫ്രാൻസിസ്, കൃഷി അസിസ്റ്റന്റുമാരായ NJ ജോഷി, K മുരുകേശൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് എരുമപ്പെട്ടി.
ഓണത്തിന് ആവശ്യമായ പൂക്കൾ പ്രാദേശികമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും കുടുംബശ്രീയും സംയുക്തമായി നടപ്പാക്കുന്ന ഓണത്തിന് പൂവസന്തം പദ്ധതിക്ക് എരുമപ്പെട്ടി പഞ്ചായത്തിൽ തുടക്കമായി. നെല്ലുവായ് മുണ്ടംകോട് സ്വകാര്യ വ്യക്തിയുടെ 70 സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചത്. പഞ്ചായത്ത് കുടുംബശ്രീ മിത്ര JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ ചെണ്ടുമല്ലി തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, വാർഡ് മെമ്പർ NP അജയൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AV വിജിത, CDS മെമ്പർ സുനന്ദ ഉണ്ണികൃഷ്ണൻ, മിത്ര JLG ഗ്രൂപ്പ് സെക്രട്ടറി പ്രസീത ശശിധരൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് 1 മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സ ജൂലൈ 1 ആരംഭിക്കും. ഉച്ചതിരിഞ്ഞ് 3 കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KS അനിൽ ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിക്കും. ആനകൾക്ക് ഔഷധ ചോറുരുള നൽകിയാണ് ഉദ്ഘാടനം. NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് എന്നിവർ മുഖ്യാതിഥികളാകും. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും ഉപകരിക്കും വിധമുള്ള സമീകൃത ആഹാരമാണ് സുഖചികിത്സാ കാലത്ത് നൽകുക. ദേവസ്വത്തിലെ 38 ആനകളിൽ 26 എണ്ണം സുഖചികിത്സയിൽ പങ്കെടുക്കും. 12 ആനകൾ മദപ്പാടിലാണ്. നീരിൽ നിന്നും അഴിക്കുന്ന മുറയ്ക്ക് അവയ്ക്ക് സുഖചികിത്സ നൽകും. ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി, ഡോക്ടർ TS രാജീവ്, ഡോക്ടർ K. വിവേക്, ദേവസ്വം വെറ്റിനറി സർജൻ ഡോക്ടർ ചാരുജിത് നാരായണൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് സുഖചികിത്സ നടത്തുന്നത്. ഇതിനായി 11 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ദേവസ്വം ഭരണസമിതി അംഗീകരിച്ചു. 3420 കിലോഗ്രാം അരി, 1140 കിലോഗ്രാം ചെറുപയർ, 1140 കിലോഗ്രാം റാഗി, 114 കിലോഗ്രാം മഞ്ഞൾപ്പൊടി, 114 കിലോഗ്രാം ഉപ്പ്, 123 കിലോ അഷ്ടചൂർണം, 285 കിലോഗ്രാം ചെവനപ്രാശം, അയൺ ടോണിക്, ധാതുലവണങ്ങൾ, വിരമരുന്ന് തുടങ്ങിയവയാണ് സുഖചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ജൂലൈ 30 സമാപിക്കും. CCTV ന്യൂസ്, ഗുരുവായൂർ. വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ കൊടിത്തോരണങ്ങളും ബോർഡുകളും മാറ്റണമെന്ന് യുവമോർച്ച ആവശ്യപ്പെട്ടു. വിഷയത്തിൽ യുവമോർച്ചയുടെ ആക്ഷേപം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂരിനെ നേരിൽ കണ്ട് അറിയിച്ചു. ബന്ധപ്പെട്ടവർ ഈ വിഷയം ഗൌരവപരമായി എടുക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് യുവമോർച്ചയും BJP പഞ്ചായത്ത് കമ്മിറ്റിയും അറിയിച്ചു. BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, സെക്രട്ടറി യദു കുറുമാൽ, യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി നിതീഷ് തോന്നല്ലൂർ എന്നിവർ സംസാരിച്ചു. വേലൂരിലത്തെ ചില രാഷ്ട്രീയ സംഘടനകൾ, യുവജന സംഘടനകൾ വേലൂർ സ്കൂളിൽ രാഷ്ട്രീയം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അതിന് ഇവിടുത്തെ പുറത്തെ പൊതുപ്രവർത്തകരും സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും സ്കൂളിലെ അധ്യാപകരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഞാനൊക്കെ 5 വർഷക്കാലം ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ സോഷ്യലും കണക്കും ഇംഗ്ലീഷും രസതന്ത്രവും ഊർജ്ജതന്ത്രവും പോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ കൂടെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ കൂടി ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ ഈ സ്കൂളിലെ HM അടക്കമുള്ളവർ ഇന്ന് അതിന് വേണ്ടിയിട്ട് മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശക്തമായിട്ട് എതിർക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വേലൂർ സ്കൂളിൽ നടക്കില്ല. ഏകദേശം 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. അവർ പഠിക്കട്ടെ. അവർക്ക് ഈ MSc മൈക്രോബയോളജിയിൽ കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്നും അഭിലാഷ് G. ജോർജ് 1ാം റാങ്ക് കരസ്ഥമാക്കി. നേരത്തെ BSc പരീക്ഷയിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇതേ വിഷയത്തിൽ അഭിലാഷ് 1ാം റാങ്ക് കരസ്ഥമാക്കിയിരുന്നു. ബാംഗ്ലൂർ JNCSR മോളിക്യുലർ ബയോളജിയിൽ ഗവേഷണ വിദ്യാർത്ഥിയായി തുടരുന്ന അഭിലാഷ് കുന്നംകുളം തെക്കേപ്പുറം സ്വദേശികളായ ജോർജ് ആൻസി ദമ്പതികളുടെ മകനാണ്. ചാലിശ്ശേരി പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങളുടെ 1ാം ഘട്ട വിതരണം നടത്തി. ICDSന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിൽ നടന്ന ഉപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PV രജീഷ്, സജിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, പഞ്ചായത്ത് സെക്രട്ടറി VA ഗീത, ICDS സൂപ്പർവൈസർ സൗമ്യ എന്നിവർ പങ്കെടുത്തു. 7 വീൽചെയറുകൾ, എൽബോ ക്രച്ചസ്, എയർബെഡ്, ഡെയിലി വാച്ച് എന്നിവയാണ് 1ാം ഘട്ടത്തിൽ വിതരണം നടത്തിയത്. അടുത്ത ദിവസങ്ങളിൽ ബാക്കി സഹായോപകരണങ്ങൾ വിതരണം ചെയ്യുമെന്നും ഭിന്നശേഷിക്കാരുടെ ജീവിത ഉന്നമനത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ പറഞ്ഞു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഗോപാലപ്പണിക്കർ റോഡ് പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി തുറന്നുകൊടുത്തു. പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്ന റോഡുകളിൽ പ്രധാനപ്പെട്ട ഗോപാലപ്പണിക്കർ റോഡിന്റെ പുനരുദ്ധാരണം 2023-24 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം
27 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് നടത്തിയത്. നിലവിലെ റോഡിന്റെ വീതി 5 മീറ്ററാക്കി ഇരുഭാഗവും കോൺക്രീറ്റ് ചെയ്തിരുന്നു. 620 മീറ്റർ നീളമാണ് റോഡിനുള്ളത്. കടവല്ലൂർ കൂനമൂച്ചി പൊതുമരാമത്ത് വകുപ്പ് റോഡിനെയും ചേലൂർ പെരുവല്ലൂർ പൊതുമരാമത്ത് വകുപ്പ് റോഡിനെയും ബന്ധിപ്പിക്കുന്നതും കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ നിന്നും എളവള്ളി ഗ്രാമപഞ്ചായത്തിലേക്കുള്ള പ്രധാന പ്രവേശന റോഡുമായ ഗോപാലപണിക്കർ റോഡിന്റെ തുടക്കത്തിൽ അരികുവശം 8 അടിയോളം താഴ്ചയുള്ളതിനാൽ നിരവധി വാഹനങ്ങൾ തെന്നിവീഴുന്നത് പതിവായിരുന്നു. ഇവിടെ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിന് 3.5 ലക്ഷം രൂപയും ചെലവഴിച്ചിട്ടുണ്ട്. ഭിത്തിക്ക് മുകളിലായി സംരക്ഷണ പോസ്റ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. എളവള്ളി LSJD അസിസ്റ്റന്റ് എഞ്ചിനീയർ KV വിജിത, ഓവർസിയർമാരായ VK ഷിത, TK സിനി എന്നിവരാണ് പദ്ധതി മേൽനോട്ട ചുമതല നിർവഹിച്ചത്. റോഡ് പുനരുദ്ധാരണ പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്തിന് വലിയ ജനകീയ പിന്തുണയാണ് ലഭിച്ചത്. പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തീകരിച്ച റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ ലീന ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KD വിഷ്ണു, പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ രതീഷ്, രാജീവ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് വിരമിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ TN ബിന്ദു, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ C സുരേഷ് എന്നിവർക്ക് എംപ്ലോയീസ് ഓർഗനൈസേഷൻ യാത്രയയപ്പ് നൽകി. ശ്രീവത്സം അനക്സ് ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് സഹകരണ സംഘം പ്രസിഡന്റ് EK നാരായണൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസേഷൻ സെക്രട്ടറി K രമേശൻ വിരമിക്കുന്ന ജീവനക്കാരെ പൊന്നാടയണിയിച്ച് സ്നേഹോപഹാരം നൽകി. ഓർഗനൈസേഷൻ ജോയിന്റ് സെക്രട്ടറി K സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. AV പ്രശാന്ത്, C മനോജ്, E രാജു, T രേഖ, പ്രമോദ് കളരിക്കൽ, T രാധിക, KV വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിലെ തിരുത്തുമ്മൽ കോൽപ്പടവിലെ മത്സ്യകർഷകർക്കായി ഫിഷറീസ് വകുപ്പ് നടത്തുന്ന ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് പെരുമ്പാൾ താഴത്ത് തുടക്കമായി. 11ാം വാർഡംഗം കൗസല്യ രവി, 12ാം വാർഡംഗം ചാന്ദിനി എന്നിവർ ചേർന്ന് മത്സ്യക്കുഞ്ഞുങ്ങളെ കോൾപ്പടവിന്റെ ജലാശയത്തിലേക്ക് തുറന്നുവിട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ചാന്ദിനി, കൗസല്യ രവി, ഫിഷറീസ് പ്രൊജക്ട് കോർഡിനേറ്റർ ഷൈനിബ CA എന്നിവർ സംസാരിച്ചു. അക്വാകൾച്ചർ പ്രൊമോട്ടർ K ബുഷറ തിരുത്തുമ്മൽ, കോൾപ്പടവ് കമ്മിറ്റി അംഗങ്ങൾ, മത്സ്യകർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കട്ല, റൂഹി സൈപ്രൻസസ്, മൃഗാൾ തുടങ്ങിയ തരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കോൾപ്പടവുകളിൽ നിക്ഷേപിക്കുന്നത്. നന്നമുക്ക് പഞ്ചായത്തിൽപ്പെടുന്ന നീലയിൽ കോൾപ്പടവ്, തിരുത്തുമ്മൽ കോൾപ്പടവ്, കടുകുഴി കോൾപ്പടവ് തുടങ്ങിയവയിൽ 3 ലക്ഷത്തിൽ പരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് മത്സ്യഫെഡിന്റെ ആഭിമുഖ്യത്തിൽ നിക്ഷേപിക്കുന്നത്. തിരുത്തുമ്മൽ കോൾപ്പടവിൽ 1,05,000 പരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. നീലേൽ പടവിൽ 1,35,000 മത്സ്യക്കുഞ്ഞുങ്ങളെയും കടുകുഴി കോൾപ്പടവിൽ 1 ലക്ഷത്തിൽ പരം കുഞ്ഞുങ്ങളെയുമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. തിരുത്തുമ്മൽ കോൾപ്പടവ് കർഷക സേവാ സമിതി സെക്രട്ടറി മുസ്തഫ സ്വാഗതവും തിരുത്തുമ്മൽ കോൾപ്പടവ് പ്രസിഡന്റ് ശ്രീനിവാസൻ താമരശ്ശേരി നന്ദിയും പറഞ്ഞു. കർഷകരും മത്സ്യകർഷകരും നാട്ടുകാരുമായി നിരവധി പേർ പങ്കെടുത്തു. CCTV ന്യൂസ് പെരുമ്പിലാവ്. ചാലിശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ജനറൽ ബോഡി യോഗം നടത്തി. പുതിയ പ്രസിഡന്റായി MM അഹമ്മദ് ഉണ്ണി, സെക്രട്ടറി ബിജു കടവാരത്ത്, ട്രഷറർ സജീഷ് കളത്തിൽ എന്നിവരെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ 2 വർഷമായി ജീവകാരുണ്യ രംഗത്ത് സജീവമായ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുമായി സഹകരിച്ച് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള നടത്തി ലഭിക്കുന്ന വരുമാനം കായിക മേഖലയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. പുതുതലമുറയിലെ ഭാവിയുടെ വാഗ്ദാനങ്ങളെ കണ്ടെത്തുവാൻ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ്, വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ്, ഭവന പുനർനിർമ്മാണ സഹായം തുടങ്ങി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. യോഗത്തിൽ പ്രസിഡന്റ് MM അഹമ്മദ് ഉണ്ണി, സെക്രട്ടറി ബിജു കടവാരത്ത്, സജീഷ് കളത്തിൽ, TK സുനിൽകുമാർ, TK മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. പ്രിൻസിപ്പൽ ഫൗസിയ ഷഹീദ് വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകി. സ്കൂൾ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ റാലി നടത്തി. പ്രത്യേകം തയ്യാറാക്കിയ ലഘുലേഖകൾ കുട്ടികൾ വിതരണം ചെയ്തു. സ്കൂൾ ലീഡർ മുഹമ്മദ് ഫയാസ് വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈകിട്ടോടെ സ്കൂളിൽ മെഗാ പോസ്റ്റർ നിർമ്മാണവും ഷോർട്ട് ഫിലിം പ്രദർശനവും നടന്നു. അധ്യാപകരായ ലത ബാലകൃഷ്ണൻ, സാജിദ K, ആയിഷ, ഫാത്തിമ, സാഹിദ, അബ്ദുൾ ആഷിഖ്, ഹനാൻ ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള ആദരവും എൻഡോവ്മെന്റ് വിതരണവും നടത്തി. നേട്ടം 2024 എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ച് എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, വാർഡ് മെമ്പർ ഇന്ദിര പ്രഭുലൻ, PTA പ്രസിഡന്റ് V താജുദ്ദീൻ, SSG അംഗം ഗോവിന്ദൻ മാസ്റ്റർ, CK സദാനന്ദൻ മാസ്റ്റർ, സീനിയർ അധ്യാപിക TV ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു.
SSLC, +2, NMMS പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് എൻറോൾമെന്റ് വിതരണം ചെയ്തത്. പെങ്ങാമുക്ക് ചേമ്പിൽ ജാനകി മെമ്മോറിയൽ, തടാകം എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, മാരാത്ത് ശാരദ മെമ്മോറിയൽ, മുൻ പ്രധാനാധ്യാപിക മല്ലിക ടീച്ചർ, ശാന്തി നഴ്സിംഗ് ഹോം, വിപിൻ മോഹൻ മെമ്മോറിയൽ, VK അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ മെമ്മോറിയൽ തുടങ്ങിയ എൻഡോമെന്റുകളാണ് പ്രതിഭകൾക്ക് നൽകിയത്. സ്കൂൾ പ്രിൻസിപ്പാൾ VS സന്തോഷ് സ്വാഗതവും പ്രധാനാധ്യാപിക NK സുധ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, പുന്നേർകുളം. ചൊവ്വന്നൂർ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8 മണി മുതൽ 1 മണി വരെ ചൊവ്വന്നൂർ സെന്റ് തോമസ് പള്ളിയിൽ നടക്കുന്ന ക്യാമ്പിൽ നേത്രപരിശോധനയും ഉദരസംബന്ധമായ അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, കുട്ടികൾക്കുണ്ടാകുന്ന അലർജി, ആസ്മ, അഡിനോയിഡ് വീക്കം, ടോൺലൈറ്റിസ്, മൂത്രസംബന്ധമായ അസുഖങ്ങൾ, സ്ത്രീ സംബന്ധമായ അസുഖങ്ങൾ, PCOD, സന്ധിരോഗങ്ങൾ, പൈൽസ് എന്നീ രോഗങ്ങൾക്ക് സൗജന്യ പരിശോധനയും ചികിത്സയും ഒരുക്കും. പങ്കെടുക്കുന്നവർക്ക് സൗജന്യ ആയുർവേദ ഔഷധ വിതരണം ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ പള്ളി വികാരി ഫാദർ തോമസ് ചൂണ്ടൽ, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡിൽജോ തരകൻ, കൺവീനർ ഷാജി മണ്ടുമ്പാൽ, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഡോക്ടർ നയന രാജ്, കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ഡോക്ടർ അനില ജോസ്, സൈമൺസ് ഐ ഹോസ്പിറ്റൽ PRO വിനു സ്റ്റാനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ വടക്കേക്കാട് പോലീസുമായി സഹകരിച്ച് ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. വടക്കേക്കാട് സബ് ഇൻസ്പെക്ടർ യൂസഫ് ഉദ്ഘാടനം ചെയ്തു. മൈൻഡ് റിവൈവൽ സോഷ്യൽ സെന്റർ ഡയറക്ടർ റുഫോസ് ജോൺ, ലഹരി വിമുക്ത പ്രവർത്തകരും മാധ്യമപ്രവർത്തകരുമായ സരുൺ നായർ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. SI സുധീർ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ബുക്ക്ലെറ്റ് വിതരണം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക NK സുധ സ്വാഗതവും പ്രിൻസിപ്പാൾ PS സന്തോഷ് നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ലഹരി വിരുദ്ധ റാലി, സൈക്കിൾ റാലി എന്നിവയും ഉണ്ടായിരുന്നു. കേരള NGO അസോസിയേഷൻ 49ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് സമ്മേളനം നടന്നു. മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി VP ബോബിൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് PF രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ INTUC വൈസ് പ്രസിഡന്റ് KN നാരായണൻ സന്ദേശം നൽകി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രഞ്ജിത്ത് TG, ഹനീഷ് കുമാർ, വാർഡ് മെമ്പർ തോമസ് പുത്തരി, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി P രാമചന്ദ്രൻ, രാജേഷ് MR, KM റീന, KS മധു, മനോജ് IB തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് MO ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ചർച്ച ജില്ലാ സെക്രട്ടറി സന്തോഷ് തോമസ് അവതരിപ്പിച്ചു. സർവീസിൽ നിന്നും വിരമിച്ചവർക്കും ഗസറ്റഡ് തസ്തികയിലേക്ക് പ്രമോഷൻ ലഭിച്ച KP ഗിരീഷ്, KR ഉണ്ണികൃഷ്ണൻ, PM ഷാജിറ എന്നിവർക്കും യാത്രയയപ്പ് നൽകി. പുതിയ ഭാരവാഹികളായി PF രാജു പ്രസിഡന്റ്, ഷാജു VA സെക്രട്ടറി, TA അൻസാർ ട്രഷറർ എന്നിവരടങ്ങിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. CCTV ന്യൂസ്, വേലൂർ. മരത്തംകോട് കിടങ്ങൂർ മഹാത്മാ സാംസ്കാരിക വേദിയുടെ വായനാ വാരാഘോഷം യുവ എഴുത്തുകാരൻ വിഷ്ണു കിടങ്ങൂർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ സാംസ്കാരിക വേദിയിൽ നടന്ന വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി വായനാദിന പ്രസംഗ മത്സരം, വായനാദിന കുറിപ്പ് തയ്യാറാക്കൽ എന്നിവയുണ്ടായി. മത്സരങ്ങൾക്ക് ശേഷം സൈക്കോളജിസ്റ്റും ഹോളിസ്റ്റിക് ട്രെയിനറുമായ സനൂപ് KS മനുഷ്യജീവിതത്തിൽ വായനയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. 2024 യുവ പ്രതിഭാ പുരസ്കാരം വിഷ്ണു കിടങ്ങൂരിനും സനൂപിനും വേദി പ്രസിഡന്റ് ധനിത ഷാജി, സെക്രട്ടറി ജിസ്ന സതീഷ് എന്നിവർ സമ്മാനിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് KK രതീഷ്, മെമ്പർമാരായ PC ഷാജി, PK രതീഷ്, ബിജു ശ്രീധർ, KA ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി. മഹാത്മാ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് രതീഷ് KK അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹാത്മാ വനിതാ പ്രസിഡന്റ് ധനിത ഷാജി സ്വാഗതവും വനിതാവേദി സെക്രട്ടറി ജിസ്ന സതീഷ് നന്ദിയും പറഞ്ഞു. കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റായി PI തോമസ് ചുമതലയേറ്റു. മണ്ഡലം പ്രസിഡന്റായിരുന്ന CV ജാക്സന്റെ നിര്യാണത്തെ തുടർന്നാണ് പുതിയ മണ്ഡലം പ്രസിഡന്റായി മുൻ കുന്നംകുളം നഗരസഭാ കൌൺസിലർ കൂടിയായ PI തോമസ് ചുമതലയേറ്റത്. ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങ് മുൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KC ബാബു, CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു C ബേബി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തീപ്പലശ്ശേരി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെറി P രാജു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രേഷ്മ സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യനീതി വകുപ്പ് കുന്നംകുളത്ത് നടത്തുന്ന സൗജന്യ മെമ്മറി ക്ലിനിക്ക് നടന്നു. സ്മൃതിപഥം ഡിമെൻഷ്യ കെയർ സെന്ററിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും നടക്കുന്ന മെമ്മറി ക്ലിനിക്
ഡിമെൻഷ്യ ഡേ കെയർ സെന്ററിലാണ് സംഘടിപ്പിച്ചത്. സൗജന്യ മറവി രോഗ പരിശോധനയും രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയുടെ പരിശോധനയും നടന്നു. കുടുംബ പരിചാരകർക്കായി ഉറക്കക്കുറവ് മൂലം ഡിമെൻഷ്യ അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും പരിഹാര രീതിയെക്കുറിച്ചും സ്ഥാപനത്തിലെ ഡിമെൻഷ്യ കെയർ സോഷ്യൽ വർക്കറും അഡ്മിനിസ്ട്രേറ്ററുമായ സുരേഷ് കുമാർ ക്ലാസ് എടുത്തു. മറവി രോഗബാധിതർക്കായി പ്രതിമാസം നടത്തുന്ന സൗജന്യ മെമ്മറി ക്ലിനിക് രോഗബാധിതർക്കും കുടുംബാംഗങ്ങൾക്കും പരസ്പരം കാണുന്നതിനും പരിചരണത്തെക്കുറിച്ചുള്ള അറിവ് പങ്കിടുന്നതിനും ഗുണപ്രദമായി. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 11:30 വരെ നടന്ന മെമ്മറി ക്ലിനിക്കിൽ 29 മറവി രോഗബാധിതരും കുടുംബാംഗങ്ങളും അടക്കം 60ഓളം പേർ പങ്കെടുത്തു. ഗുരുവായൂർ തിരുവെങ്കിടം ALP സ്കൂളിൽ മധുരം മലയാളം പദ്ധതിക്ക് തുടക്കമായി. വത്സല വേണുഗോപാൽ മാതൃഭൂമി പത്രം വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. SSG കൺവീനർ KT സഹദേവൻ അധ്യക്ഷനായി. SG വൈസ് കൺവീനർ PI ലാസർ മാസ്റ്റർ, ഹെഡ് മിസ്റ്റേഴ്സ് ബെന്നി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. തെക്കൂട്ട് വേണുഗോപാലൻ നായരുടെ 19ാം ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് വത്സല വേണുഗോപാൽ കുട്ടികൾക്കായി മാതൃഭൂമി പത്രം സ്പോൺസർ ചെയ്തത്. വിനോദ് കുമാർ, വിജയ് കുമാർ, രവി കാഞ്ഞുള്ളി, ജ്യോതിദാസ് കൂടത്തിങ്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. YMCA തൃശൂർ സബ് റീജിയൺ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും മികച്ച യൂണിറ്റുകൾക്കുള്ള ആദരവും ഞായറാഴ്ച പഴഞ്ഞിയിൽ നടക്കും. പാലക്കൽ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കുന്ന സർ ജോർജ് വില്യംസ് നഗറിൽ നടക്കുന്ന ചടങ്ങ് കേരള റീജിയൺ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്യും. സബ് റീജിയൺ ചെയർമാൻ ജോൺസൺ മാറോക്കി അധ്യക്ഷത വഹിക്കും. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത മുഖ്യപ്രഭാഷണം നടത്തും. മികച്ച YMCA യൂണിറ്റുകൾക്ക് ആദരം, മുൻ സബ് റീജിയൺ ഭാരവാഹികൾക്ക് മൊമന്റോ സമർപ്പണം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. തലക്കൂട്ടുകര അസിസി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിവിധ ക്ലബ്ബുകൾ കണ്ടാണശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബുകളുടെ വർണ്ണാഭമായ പരിപാടികൾ അരങ്ങേറി. സ്കൂൾ മാനേജർ സിസ്റ്റർ സെലിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാൻഡി ജോസഫ്, വിദ്യാർത്ഥികളായ ജിയന്ന ജോഷി, ദേവിക പ്രമോദ് എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് കോർഡിനേറ്റർ ജിൻസി ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി ഡാർലി എന്നിവർ നേതൃത്വം നൽകി. കല്ലമ്പുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 19ാം കുടുംബ സംഗമം ജൂൺ 30 ഞായറാഴ്ച വൈകിട്ട് 4-ന് വർഗീസ് മെമ്മോറിയൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. ജീവകാരുണ്യ രംഗത്ത് കഴിഞ്ഞ 19 വർഷമായി സജീവമാണ് സംഘടന. ചടങ്ങിൽ 2022-23, 23-24 വർഷത്തിൽ SSLC +2 തത്തുല്യ പരീക്ഷകൾ, ഡിഗ്രി, PG, മറ്റ് ഗവൺമെന്റ് അംഗീകൃത പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവയിൽ വിജയിച്ച വിദ്യാർത്ഥികൾ, വിവാഹ ജീവിതത്തിൽ രജത ജൂബിലി, ഗോൾഡൻ ജൂബിലി പൂർത്തീകരിച്ചവർ, നവദമ്പതിമാർ, 60, 70, 84, 90 വയസ്സ് പൂർത്തിയായവർ എന്നിവരെ ആദരിക്കും. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ചങ്ങരംകുളത്ത് പത്രദൃശ്യ ഓൺലൈൻ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ട്രേഡ് യൂണിയൻ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾക്ക് സ്വീകരണവും ആദ്യ സംസ്ഥാന സമിതി യോഗവും നടത്തി. ചങ്ങരംകുളം കാണി ഫിലിം സൊസൈറ്റി ഹാളിൽ നടന്ന സ്വീകരണ യോഗം സ്ഥാപക നേതാവ് വി സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകി കൂടുതൽ മേഖലകളിൽ KMPU പ്രവർത്തനം നടത്തുവാൻ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചു. സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കൂടുതൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ കടന്നുവരുന്നതിനെ സംസ്ഥാന സമിതി സ്വാഗതം ചെയ്തു. KMPU സംസ്ഥാന പ്രസിഡന്റ് M. റഫീഖ് അധ്യക്ഷനായി. സംസ്ഥാന ഭാരവാഹികളെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് M. റഫീഖ് തിരുവനന്തപുരം, ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു ഇരിട്ടി, ട്രഷറർ ഷാഫി ചങ്ങരകുളം, സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ഹമീദ് കോക്കൂർ, ഹർഷകുമാർ തിരുവനന്തപുരം എന്നിവരെ സ്ഥാപക നേതാക്കളായ വി സെയ്ദ്, പീറ്റർ ഏഴിമല, സംസ്ഥാന പ്രോജക്ട് കോർഡിനേറ്റർ ജോയ് പാലക്കാട്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഉമ്മർ അലി ശിഹാബ്, സെക്രട്ടറി പ്രേമദാസ് പിടാവന്നൂർ എന്നിവർ ആദരിച്ചു. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ID കാർഡുകൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു വിതരണം ചെയ്തു. സംസ്ഥാന ഭാരവാഹികളായ M. റഫീഖ്, സുവീഷ് ബാബു, ഷാഫി ചങ്ങരകുളം, AC ഗീവർ ചാലിശ്ശേരി, സംസ്ഥാന സമിതി അംഗങ്ങളായ ഇസ്മായിൽ പെരുമണ്ണൂർ, ജീന മണികണ്ഠൻ, PP സുനീറ, രാജൻ പിള്ള പുനലൂർ, മത്തായി കേരള, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഫാസിൽ, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KG സണ്ണി, പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി, മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ദാസ് കോക്കൂർ, അനിൽ ജോസ്, റഫീഖ് കടവല്ലൂർ എന്നിവർ സംസാരിച്ചു. മധുര വിതരണവുമുണ്ടായി. CCTV ന്യൂസ് പെരുമ്പിലാവ്. പുന്നയൂർ ദിൽക്കി ആവാസ് ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ വലിയ പെരുന്നാൾ ആഘോഷവും അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ക്ലബ്ബ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അഷ്റഫ് അലി അധ്യക്ഷത വഹിച്ചു. മുഖ്യ രക്ഷാധികാരി ഡോക്ടർ SA അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഫൈസൽ തങ്ങൾ പുന്നയൂർ, കമ്മു എടപ്പാൾ, മോണോ ആരിഫ്, നസീർ ഖത്തർ തുടങ്ങിയവർ സംസാരിച്ചു.
അംഗങ്ങളുടെ മക്കളായ ആയിഷ ബഷീർ, ഷനൂഫ് ഷറഫ്, അനാമിക ബൈജു, മിൻഹ മനാഫ്, ഫാത്തിമത്തുൽ സന സലീം എന്നിവരെ ആദരിച്ചു. നിസ കരീം, ഒ വി അഷ്റഫ്, വിനോദ് പെരിയമ്പലം തുടങ്ങിയവർ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി ആർ വി ബഷീർ സ്വാഗതവും ട്രഷറർ ഷബീർ കല്ലായിൽ നന്ദിയും പറഞ്ഞു. ദിൽക്കി ആവാസ് കലാകാരന്മാരുടെ ഗാനമേളയും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6595 രൂപ, പവന് 52,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 95 രൂപ. ചരമം. ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ ദേവിക ദിലീപിന്റെ പിതാവ് ഗുരുവായൂർ ചുവല്ലൂർപ്പടി സ്രാമ്പിക്കൽ ദേവദാസ് നിര്യാതനായി. 64 വയസ്സായിരുന്നു. ഗുരുവായൂർ ദേവസ്വം റിട്ടയേർഡ് ജീവനക്കാരനാണ് പരേതൻ. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് പാമ്പാടി ഐവർ മഠത്തിൽ നടക്കും. രാജേശ്വരിയാണ് ഭാര്യ. ദിവ്യ, ദിവേക് എന്നിവർ മറ്റു മക്കളാണ്. കാണിപ്പയ്യൂർ കോലാടി ചാക്കോച്ചൻ ഭാര്യ സൂസി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ലാലി അബ്രഹാം, ചാർലി ചാക്കോ, പ്രീത ഷാജൻ, പ്രിജി ചാക്കോ എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി കോളായിൽ വിജയകൃഷ്ണൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ജാനകി ഭാര്യയാണ്. സ്നേഹ മകളാണ്. തളി വിരുട്ടാണം ശങ്കരൻ മകൻ ജിനേഷ് നിര്യാതനായി. 37 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം മൂലം മരണം സംഭവിക്കുകയായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരം ശ്മശാനത്ത് നടന്നു. ലീന ഭാര്യയാണ്. അബ്യുഖ്, അശിഖ എന്നിവർ മക്കളാണ്. പുനേർകുളം പുന്നയൂർ എടക്കര മിനി സെന്ററിന് സമീപം പരേതനായ ഏനുഹാജി മകൻ വെട്ടനാട്ടയിൽ അഷ്റഫ് ദുബായിൽ നിര്യാതനായി. 58 വയസ്സായിരുന്നു. മുംതാസ് ഭാര്യയാണ്. ഷിഹാബ്, ജിസ്നി, തസ്നീം എന്നിവർ മക്കളാണ്. മൃതദേഹം നാട്ടിലെത്തിച്ച് ഖബറടക്കം നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബാംഗങ്ങൾ. തൊഴിയൂർ കേശവൻ മകൻ വിജയൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിമിർത്ത് പെയ്ത മഴയ്ക്ക് നേരിയ ശമനം. മഴ കുറഞ്ഞെങ്കിലും ചാവക്കാട് മുനയ്ക്കക്കടവിൽ 3-ാം ദിനവും കടൽക്ഷോഭം. കടൽവെള്ളം കരയിലേക്ക് അടിച്ചുകയറുന്നത് തടയാൻ താൽക്കാലികമായി സജ്ജീകരിച്ച മണൽത്തിട്ട ഒലിച്ചുപോയി. കടൽക്ഷോഭബാധിത പ്രദേശങ്ങൾ MLA NK അക്ബർ സന്ദർശിച്ചു. ശക്തമായ കടൽക്ഷോഭം മൂലം പുന്നേർകുളം പാപ്പാളിയിൽ വീടിന് മുകളിലേക്ക് കാറ്റാടിമരം കടപുഴകി വീണു. സംഭവസമയം വീട്ടുകാർ പുറത്തിറങ്ങിയതിനാൽ അപകടം ഒഴിവായി. മേഖലയിൽ കടൽക്ഷോഭം ശക്തമായി തുടരുന്നു. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ലംഘിച്ച് കടലിൽ പോയ വള്ളം എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങി. വള്ളവും മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. മുനയ്ക്കക്കടവ് നിന്നും മത്സ്യബന്ധനത്തിന് പോയ റോയൽ എന്ന വള്ളത്തിലെ തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസിൽ ഓട്ടോറിക്ഷയിടിച്ച് രോഗി മരിച്ചു. മരിച്ചത് അഗതിയൂർ സ്വദേശി 65 വയസ്സുള്ള ജോണി. ഗുരുവായൂർ റോഡിലെ താവൂസ് തിയേറ്ററിന് സമീപം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് നാളെ മുതൽ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. ജൂലൈ 6-ന് സമാപന ചടങ്ങിൽ കെ രാധാകൃഷ്ണൻ MP സമ്മാനദാനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കുന്നംകുളം തെക്കേ അങ്ങാടി വടക്കേ തലയ്ക്കൽ വീട്ടിൽ മോഹനൻ ചെറിയുടെ 15ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.